നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബഹിരാകാശ മേഖലയിൽ ഇടമുറിയാതെയുള്ള നേട്ടവുമായി യുടെ കുതിപ്പ് തുടരുന്നു. റഷ്യൻ സോയൂസ് റോക്കറ്റിൽ ഉടനെ യുടെ മെസൻസ്റ്റാറ്റ് ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് രാജ്യം. യുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിപ്പിക്കുന്ന ഉപഗ്രഹങ്ങളുടെ പട്ടികയിൽ മെൻസ്റ്റാറ്റും ഉടൻ ഇടം പിടിക്കും. ഒട്ടേറെ യുവജനങ്ങളുടെയും പ്രാദേശിക അന്തർദേശീയ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കാൻ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നടത്തിയ ശ്രമങ്ങളുടെ വൻ വിജയമാണ് ഇത്. ഉയർന്ന ശേഷിയുള്ള ഒട്ടേറെ ഉപഗ്രഹങ്ങൾ ഇതിനകം സ്വന്തമാക്കി. 2008 മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രം കാലാവസ്ഥാ വ്യതിയാനം നിരീക്ഷിക്കുന്നതിന് ദുബായ് സാറ്റ് 1 ആണ് ആദ്യമായി വിക്ഷേപിച്ചത്. 2013 ദുബായ് സാറ്റ് 2 നിരീക്ഷണത്തിനായി വിക്ഷേപിച്ചു. മുഹമ്മദ് ബിൻ റാഷിദ് കേന്ദ്രത്തിലെ എമിറാത്തി എഞ്ചിനീയർമാർ ഈ ഉപഗ്രഹ വികസനത്തിന് മികച്ച സംഭാവന നൽകി. ടിവി പ്രോഗ്രാമുകളുടെ പ്രക്ഷേപണം, 620 ലക്ഷം പ്രേക്ഷകർക്ക് മറ്റു വാണിജ്യ സേവനങ്ങൾ തുടങ്ങി ഒട്ടേറെ ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ യോ-1 ഉപഗ്രഹവും വിക്ഷേപിച്ചു. അൽയ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കമ്പനിയുടെ പ്രഥമ ഉപഗ്രഹമാണ് ഇത്. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, മധ്യ തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ വിവിധ കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ വ്യക്തികൾക്ക് ക്ലിക്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിനാണ് 2012 2 ഉപഗ്രഹം വിക്ഷേപിച്ചത്. ദക്ഷിണ അമേരിക്കയിലും പശ്ചിമ ആഫ്രിക്കയിലും തുല്യ സേവനങ്ങൾ നൽകുന്നതിന് 2018 3 ഉപഗ്രഹവും വിക്ഷേപിച്ചു. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി 2017 ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ നാനോമെട്രിക് ഉപഗ്രഹവും വിക്ഷേപിച്ചു. എമിറാത്തി വിദ്യാഭ്യാസ ഉപഗ്രഹമായിരുന്നു പ്രഥമ ക്യൂബ് സാറ്റ്. അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ, മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ എന്നിവയിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹമാണ് നൈഫ് 1. യുഎഇയിൽ പൂർണ്ണമായും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത ആദ്യത്തെ ഉപഗ്രഹമായിരുന്നു ഖലീഫസാറ്റ്. 2018 ഒക്ടോബറിൽ ജപ്പാനിലെ തനേഗാഷിമ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരുന്നു ഖലീഫസാറ്റ് വിക്ഷേപിച്ചത്. സാറ്റലൈറ്റ് 813 എന്നറിയപ്പെടുന്ന സംയുക്ത അറബ് ഉപഗ്രഹം യുടെ നേതൃത്വത്തിലായിരുന്നു വികസിപ്പിച്ചത്. ബഹിരാകാശ ഏജൻസിയുടെ മെൻസ്റ്റാറ്റ് ഉപഗ്രഹത്തിന് പുറമെ നിരീക്ഷണ വിശകലനം ലക്ഷ്യമാക്കി ഖലീഫ യൂണിവേഴ്സിറ്റി, റാസൽ ഗൈമയിലെ അമേരിക്കൻ സർവകലാശാല എന്നിവിടങ്ങളിലെ യുവ പൗരന്മാർ വികസിപ്പിച്ച എയർസ്റ്റാറ്റ് ലാബ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ ലാൻഡ് സ്റ്റേഷനിൽ നിന്ന് വിക്ഷേപിച്ചു. അന്തരീക്ഷ വിശകലനം ചെയ്യുന്നതിനും ഗ്രഹത്തെ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിവരങ്ങളും ഫോട്ടോകളും പകർത്തുന്നതിനും മെൻസ്റ്റാറ്റ് പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പദ്ധതിയുടെ പ്രഖ്യാപന വേളയിൽ ഏജൻസി ഡയറക്ടർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.